സ്വയംഭൂവായ ശാസ്താവിൻ്റെ കൽവിഗ്രഹം വളർന്നുകൊണ്ടിരിക്കുന്നതായും പറയപ്പെടുന്നു. ദേവസ്വം ബോർഡിൻ്റെ ഉള്ളൂർ ഗ്രൂപ്പിൽപ്പെട്ട തിരുച്ചിച്ചൂർ സബ് ഗ്രൂപ്പിൻ്റേതാണ് പച്ചക്ഷേത്രം. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൈഗോസ് വിഷൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടും സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. കൂട്ടുകാരെ, ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അതിപ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. അതാണ് പച്ച നെടുമ്പറമ്പ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം അല്ലേ. ഉപനിഷത്തുകളുടെ കാലം മുതൽ തന്നെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ സ്ഥാനം പിടിച്ച പച്ച നെടുമ്പറമ്പ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിൽ 35 കിലോമീറ്റർ വടക്ക് അഗസ്ത്യമലയുടെ പശ്ചിമ ഭാഗത്തായി നന്ദിയോടിനും പാലോടിനും മധ്യേ കിഴക്കുമാറി പേരുപോലെ തന്നെ ഹരിതാഭമായ പച്ച എന്ന സുന്ദര ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു. ശബരിമലയുടെ സമാനതകളിലേക്ക് വെളിച്ചം വീശി വാമനപുരം നദിയും പൊന്മുടി കുന്നുകളും കുട്ടിവനങ്ങളും കിഴക്ക് സ്ഥിതി ചെയ്യുന്നു. പച്ച പരവതാനി വിരിച്ച നെടുമ്പറമ്പ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രവും ക്ഷേത്രക്കുളവും ഒക്കെ അലങ്കാരമാകുന്നു. പുരാതന തച്ചുശാസ്ത്ര വിധിപ്രകാരം പണിതിട്ടുള്ളതും ക്ഷേത്രാകൃതി ഗജഭ്രഷ്ട മുഖമുള്ളതുമായ കേരളത്തിലെ ഏക ശ്രീകോവിലാണ് പച്ചയിലേത്. കൂട്ടങ്ങളും കുയിലുകളും വണ്ണാത്തിക്കിളികളും വേഴാമ്പലുകളും നിറഞ്ഞ ഋഷീശ്വരന്മാരുടെ തപോവനമായിരുന്നു ക്ഷേത്രസ്ഥാനം. പ്രകൃതി ചാരുതയുടെ ഹരിതകം വിതറിയ ഇവിടെ പച്ച എന്നറിയപ്പെട്ടു. ചുറ്റും വയലോലകൾ നിറഞ്ഞ പ്രദേശമായതിനാൽ മകരക്കൊയ്ത്ത് കഴിഞ്ഞാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. അന്നൊക്കെ അന്നദാനം പ്രധാന ചടങ്ങാണ്. ഇതിനാവശ്യമായ നെല്ലും അരിയും വയലുടമകൾ ക്ഷേത്രത്തിൽ എത്തിച്ചിരുന്നു. അന്ന് കൃഷി ആവശ്യത്തിനായിരുന്ന ക്ഷേത്രക്കുളം ഇന്ന് ദേശീയ നിലവാരത്തിലുള്ള നീന്തൽക്കുളമാണ്. ഇവിടെ നിന്നും നൂറുകണക്കിന് നീന്തൽ താരങ്ങൾ ദേശീയ തലത്തിൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട്. ഇത്രയേറെ ബ്രഹ്മോദയം കിട്ടുന്ന ക്ഷേത്രങ്ങൾ അപൂർവമാണ്. പർവ്വതമേഖലകളിൽ പരശുരാമ മഹർഷി നടത്തിയിട്ടുള്ള 108 ശാസ്താം പ്രതിഷ്ഠകളിൽ ശബരിമല, അച്ചൻകോവിൽ, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ എന്നിവയ്ക്ക് ശേഷം 5ാമതായി പ്രതിഷ്ഠ നടത്തിയതാണ് പച്ച നെടുമ്പറമ്പ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. പ്രസ്തുത 5 ക്ഷേത്രങ്ങളും വായുദൂരത്തിൽ 18 മൈൽ തുല്യ ദൂരത്തിലാണ്. വൈഷ്ണവ കുലജാതനായ ആര്യന്മാർ ഏഷ്യ മൈനറിൽ നിന്നും പലായനം ചെയ്തു വിന്ധ്യപർവ്വത ചുരങ്ങളിലൂടെ സഞ്ചരിച്ച് സിന്ധു, ഗംഗ, സരയൂ തീരങ്ങളിൽ ആധ്യാത്മിക ഉന്നതിക്കായി പർണശാലകളും യജ്ഞകവാടങ്ങളും നിർമ്മിച്ചു. ഗായത്രി മന്ത്രോച്ചാരണവും ഹോമങ്ങളും കൊണ്ട് ഹിമാലയ ഋഷീശ്വര സംസ്കാരം വളർന്നു. ഋതുഭേദങ്ങൾ കടന്നു പോയപ്പോൾ ഋഷീശ്വരന്മാർ ദേവതുല്യരായി. ക്രമേണ ഗോത്രങ്ങൾ തമ്മിൽ അസൂയയും വിദ്വേഷവും അഹങ്കാരവും വളർന്നു. മനുസ്മൃതി കാറ്റിൽ പറത്തി ധർമ്മങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. തുടർന്ന് പരശുരാമ മഹർഷി പർവ്വത മേഖലകളിൽ സഞ്ചരിച്ച് ദേവഭാവം കണ്ട സ്ഥലങ്ങളിലെല്ലാം ശാസ്ത്ര പ്രതിഷ്ഠ നടത്തി. അങ്ങനെയാണ് പച്ചയിലും എത്തിയതെന്നത് വിശ്വാസം. ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പണ്ട് ഋഷീശ്വരന്മാരുടെ തപോവനമായിരുന്നു. ദേവൻ സ്വയംഭൂവാണെന്നും തപശ്ചര്യമുള്ള മറ്റൊരാൾ ദേവഭാവം കണ്ടറിഞ്ഞ് കലശാദികൾ നടത്തിയെന്നും 94-ൽ ജ്യോതിഷ പണ്ഡിതനായ തലയോലപ്പറമ്പ് ശ്രീ പരമേശ്വരമേനോൻ്റെ നേതൃത്വത്തിൽ നടന്ന ദേവപ്രശ്നത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്വയംഭൂവായ ശാസ്താവിൻ്റെ കൽവിഗ്രഹം വളർന്നുകൊണ്ടിരിക്കുന്നതായും പറയപ്പെടുന്നു. ക്ഷേത്രസ്ഥാനം തുംഗപദവും മുഖം സ്തൂപ സമുച്ചയവുമാകിയാൽ വളരെ പുരാതനമെന്ന് വ്യക്തം. ദേവസ്വം ബോർഡിൻ്റെ ഉള്ളൂർ ഗ്രൂപ്പിൽപ്പെട്ട തിരുച്ചിച്ചൂർ സബ് ഗ്രൂപ്പിൻ്റേതാണ് പച്ചക്ഷേത്രം. നിത്യവും നൂറുകണക്കിന് വിശ്വാസികൾ അവിടെ എത്താറുണ്ട്. ശനിയാഴ്ചയും എല്ലാ മലയാള മാസം 1-ാം തീയതിയും വളരെ തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. വിവിധ അർച്ചനകൾക്കും കടും പായസം, നീരാഞ്ജനം എന്നീ വഴിപാടുകൾക്കും ഈ ദിവസങ്ങളിൽ നിര വളരെ കൂടുതലാണ് കേട്ടോ. പച്ചയിലെ കമ്പം പേര് കേട്ടതാണ്. തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ കമ്പം പച്ചയിലേതാണ്. ഉത്സവത്തിന് കമ്പം കാണാൻ കൊല്ലം ജില്ലയിൽ ഉൾപ്പെടെ കൊല്ലം മാത്രമല്ല പല ജില്ലകളിൽ നിന്നുമായി ഇവിടെ അനവധി പേർ എത്തുന്നുണ്ട്. പച്ചയിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ദീപക്കാഴ്ച ഒരുപക്ഷെ ജില്ലയിലെ തന്നെ വലുതായിരിക്കും. ക്ഷേത്രത്തിൻ്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ ജനകീയ കമ്മിറ്റികൾ ഒരുക്കുന്നതാണ് ദീപക്കാഴ്ച.
പാലോട് കുശവൂർ ജംഗ്ഷൻ, പാലോട് ആശുപത്രി ജംഗ്ഷൻ, പ്ലാവറ, പേരക്കുഴി, നന്ദിയോട്, ആലുംമൂട്, പച്ച, കാലങ്കാവ്, ഓട്ടുപാലം, പയറ്റടി, പുലിയൂർ, വട്ടപ്പുല്ല് എന്നിവിടങ്ങൾക്ക് പുറമെ ക്ഷേത്ര പരിസരവും വിപുലമായ ദീപക്കാഴ്ചയാണ് നടത്തുന്നത്. കൂട്ടുകാരെ, നിങ്ങൾ ഇതുവരെ കേട്ടത് പച്ച ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യവും ചരിത്രവും ഒക്കെയാണ് കേട്ടോ കൂട്ടുകാരെ. അതെ, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതാണ് നിങ്ങൾ കേട്ടത്. ഇനി നമ്മൾ പറയുമ്പോൾ നമ്മൾ 5 മണിക്കാണ് നമ്മളിവിടെ എത്തിയത് കേട്ടോ. നമ്മൾ ഈ ക്ഷേത്ര പരിസരത്ത് എത്തിയത് 5 മണിക്കാണ്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ക്ഷേത്ര പറമ്പാണ്, ഗ്രൗണ്ട്. ഇവിടെ നല്ല പ്രോഗ്രാം ഒക്കെ നടത്താൻ വിശാലമായിട്ട് ഗ്രൗണ്ടൊക്കെ ഉണ്ട്. സ്റ്റേജ് ഓപ്പൺ സ്റ്റേജ് ആണ്. പിന്നെ ഇത് കണ്ടോ, ഇത് കാണാൻ, ഈ ക്ഷേത്രത്തിനെ കാണാൻ എന്ത് ഭംഗിയാണ്. നമ്മൾ അത് മാത്രമല്ല, മറ്റേ അപ്പുറത്തത് നമ്മൾ കാണിച്ചായിരുന്നു അല്ലേ, ഒരു അയ്യപ്പന്റെ രൂപം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു അയ്യപ്പന്റെ രൂപം നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ചെറിയ അമ്പലമാണെന്ന് തോന്നുമെങ്കിലും പക്ഷെ ഇത് ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ നിങ്ങൾ ഈ വർഷം എന്തായാലും വീഡിയോ ഇടും കേട്ടോ കൂട്ടുകാരെ. നമ്മളിവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ഇടും കേട്ടോ. ഒരുപാട് ഉണ്ടായിരുന്നല്ലേ, ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. കുട്ടികളെ നമ്മൾ വീഡിയോ എടുത്തില്ല. നല്ല പോസിറ്റീവ് തോന്നുന്നു അല്ലേ ഇവിടെ എത്തുമ്പോ. പറഞ്ഞതുപോലെ തന്നെ നല്ല ഫുള്ള് പച്ചപ്പിന്റെ ഇടയിൽ സ്ഥലത്തിന്റെ പേര് തന്നെ പാട്ടിട്ടായിരുന്നു. പാട്ടിട്ടപ്പോ തന്നെ നമ്മുടെ ശ്രീ ധർമ്മശാസ്താവിന്റെ കുറെ പാട്ടുകളൊക്കെ കേട്ട് കുറെ നേരം നമ്മളവിടെ ഇരുന്നു. എന്തോ ഒരു പിന്നെ പോസിറ്റീവ് വൈബാണ് കേട്ടോ അവിടെ. അതെ അതെ, ഫുള്ള് പച്ച തന്നെ അല്ലേ ചുറ്റും പച്ച തന്നെയാണ്. സ്ഥലത്തിന്റെ പേരും പച്ച തന്നെയാണ് കേട്ടോ. അത് നമ്മള് പറഞ്ഞല്ലോ, പച്ച ക്ഷേത്രം ഫുള്ള് വയലാണ് കേട്ടോ. ക്ഷേത്രത്തിന്റെ ഓപ്പൺ സ്റ്റേജിന്റെ ബാക്ക് ഭാഗം ഫുള്ളും വയലാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ട് ഭാഗം മൊത്തം നോക്കുകയാണെങ്കിൽ വനപ്രദേശമാണ്. വനപ്രദേശം ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്. അതെ, താമസ സൗകര്യം താമസിക്കുന്നതൊക്കെ വളരെ കുറവാണെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ആൾ താമസത്തിന് കുറവാണ് അങ്ങോട്ട് ഈ ഏരിയയിലൊക്കെ. അതെ, തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഉള്ള ആൾക്കാർ വരാത്ത അമ്പലമാണെങ്കിൽ വരാൻ കേട്ടോ. ഇതൊരു ഉൾപ്രദേശത്താണെങ്കിലും അറിയപ്പെടുന്ന ഒരു അമ്പലം തന്നെയാണ് കേട്ടോ ഇത്. അറിയപ്പെടുന്നത് പച്ച ശ്രീധർമ്മശാസ്താ ക്ഷേത്രം എന്ന് നിങ്ങൾ ഗൂഗിളിലൊന്ന് അടിച്ചു നോക്കുക, അല്ലെങ്കിൽ അടിച്ചു നോക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കുക. അല്ലെങ്കിൽ യൂട്യൂബിൽ ഒന്നും വേണ്ട, നമ്മൾ ഈ വീഡിയോ നിങ്ങൾ നോക്കണ്ട, യൂട്യൂബിനകത്ത് അല്ലാതെ വീഡിയോസ് വരുന്നു. എന്നാൽ മാത്രമല്ല, ശബരിമല പോകുന്ന ഭക്തർ ഈ ഇതുവഴിയാണ് പോകുന്നെങ്കിൽ, നടന്നു പോകുന്നവരുണ്ടെങ്കിൽ കയറുന്ന ഒരു അമ്പലം കൂടിയാണ് കേട്ടോ ഈ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പറയുന്നത്. കയറാവുന്നതാണ്. ആ സമയത്ത് ഇവിടെ ഭയങ്കര ചടങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ അമ്പലത്തില്. നല്ല തിരക്കുമാണ്. ഡെയിലി 100 കണക്കിനും അതിന് മേലിലും ആളുകൾ വരും ആ സമയമാകുമ്പോൾ കേട്ടോ, ശബരിമല സീസണൊക്കെ ആകുമ്പോൾ. നമ്മൾ പോകുമ്പം അത്യാവശ്യം അവിടെ ഉള്ളവരായിരിക്കും അല്ലേ, അതൊക്കെ അവിടെ ഉള്ളവരായിരിക്കും. തിരക്കുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ക്ഷേത്രം നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.